അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ്. അത് ഭാര്യ വീട്ടിൽ. അപ്പം കുറച്ച് നാൾ മുമ്പേ നമ്മൾ കായലിൽ മീൻ പിടിക്കാൻ പോയായിരുന്നു. കുരുവാള കിട്ടിയ ഇന്നും അത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ കായലിലേക്ക് പോവാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടനാട്ടിൽ വള്ളംകളി ഭയങ്കര പ്രിയമുള്ള സ്ഥലമാണ്. അവിടുന്ന് ഒരു ചുണ്ടൻ വേറൊരു ഓണർ വാങ്ങിയിട്ട് അത് അരോമ എന്ന് പേരിട്ടിട്ട് വള്ളം കൊണ്ടുവന്നായിരുന്നു. അത് ഇവിടെ ഇരിക്കുന്ന കാണിച്ചു തരാന്നുണ്ട്. അപ്പുറത്താണ് ഇവിടെ നിന്ന് കാണത്തില്ല. വള്ളത്തെ കയറി അങ്ങോട്ട് വള്ളം തന്നെ ഇവിടെ ഇരിക്കുന്നു. പുതിയ ഷെഡ് കെട്ടി വള്ളത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. നെഹ്റു ട്രോഫിക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണെന്നാ തോന്നുന്നത്. ഈ കമ്പോലക്കകത്തൊരു സൂര്യനെ കണ്ടോടെ. ഞങ്ങളുടെ അവിടെ വെള്ളക്കൂരി ഇല്ലെന്നാ. ഞങ്ങളുടെ അവിടെ ചട്ടിത്തിലേം കൂരി മാത്രമേ. ചട്ടിത്തിലേം കൂരി മഞ്ഞക്കൂരി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. പോവാം യാത്ര പോകാൻ പറ്റുമോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചൂണ്ടയിടിക്കോ എന്നൊരു സംശയമുണ്ട്. മഴക്കാറുണ്ട്. കായലിൽ കിടന്ന മഴ പെയ്ത പ്രശ്നമാണ്. കാറ്റടിച്ചാൽ ഇവിടെ ഭയങ്കര തിരയും മറ്റു കാര്യങ്ങളായിരിക്കും. രക്ഷപ്പെടാൻ പാടായിരിക്കും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കുക. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ചൂണ്ടയിടത്തില്ല. പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. സേഫ്റ്റിയാണ് പ്രധാനം. നമ്മൾ കരക്കോട്ട് അടുക്കുകയാണ്. മഴ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരും. ഇറക്കിയിട്ട് പോയാൽ കാറ്റടിച്ചാൽ മഴ അടിച്ചാലും ഉണ്ടല്ലോ, മീൻ പിടിച്ചാലും അങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകും. നമ്മൾ വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റത്തില്ല എവിടെയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നല്ലൊരു മഴ കഴിഞ്ഞ് മഴ പെയ്യുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ കരയ്ക്ക് കയറിയതാണ്. മഴ കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ പോയി നോക്കുകയാണ്. നല്ല കാറ്റാണെങ്കിൽ ചിലപ്പോൾ മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ശ്രമിക്കാതിരുന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് പോട്ടെ. കിട്ടുവാണെങ്കിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ തീറ്റ സെറ്റ് ചെയ്യുകയാണ്. ഈ സമയം ആയതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. മീൻ മറിയുന്നത് കാണുന്നില്ല. മിക്കവാറും നമ്മൾ ഉപയോഗിക്കാറുള്ള തീറ്റ തന്നെയാണ് ഇന്നും നമ്മൾ എടുത്തേക്കുന്നത്. ഉഴുന്നുകൂടെ ഒരു പാടം നമ്മൾ 3ആയിട്ട് മുറിച്ചാണ് തീറ്റ കൊടുക്കുന്നത്. 8 ചൂണ്ടയുണ്ട്. അപ്പോൾ ഒരു പീസ് ബാക്കി വരികയും ചെയ്യും. പുറന്തോട് പൊട്ടാത്ത രീതിയിൽ നമ്മൾ പൊട്ടിച്ചെടുക്കണം. കട്ടി കൂടിയ സ്ഥലം കിട്ടണം. ഇങ്ങനെ പുറത്തിറക്കിയിട്ട് ഇത്ര ഉള്ള സാധനം. അപ്പോൾ ഇത് കണക്ക് നമ്മൾ എല്ലാ ചൂണ്ടയിലും തീറ്റ കൊടുക്കും. കാറ്റിനും ഒഴുക്കിനും അനുസൃതമായിട്ട് മേളിലോട്ട് കയറ്റി ഒഴുക്കി വിടും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ടയൊക്കെ അതിൽ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിനനുസൃതമായി. ഇപ്പോൾ ഉള്ള കാറ്റടിക്കുന്നത് തെന്നി പടിഞ്ഞാറൻ കാറ്റാണ്. ഇതുമാണ് നമ്മൾ ആദ്യത്തെ കുപ്പി ഇറക്കും. മഴ പൊടിക്കുന്നുണ്ടല്ലോ. ഇനി മീൻ അടിക്കുന്നിടം വരെ വെയിറ്റിംഗ്. നിരത്തി പിടിച്ചിറക്കിയേക്കും. അപ്പോൾ നമുക്കിത് ആ കുറ്റിയുടെ കൂട്ട് അങ്ങനെ മാറി കിടക്കാം. മീൻ അടിക്കുകയാണെങ്കിൽ വന്ന് പിടിക്കാം.
കാറ്റല്ലേ. പോയാ കണ്ട ആ കണ്ടു കണ്ടു. ആനക്കയിലല്ലേ പോയാ. കൊണ്ടുപോയി മുക്കിക്കളഞ്ഞു. അതിനൊക്കെ വന്നപ്പോൾ നമ്മളെ അവനോട്ട് വന്ന സമയത്ത് ഞാൻ ഇത്രയും കോപ്പെടുത്തില്ലായിരുന്നേ. വല എടുക്കേണ്ടതായിരുന്നു. ഏത് വല? അവിടെ അവിടെ വല ബോൾസ് അടുക്കോട്ട് മാറിയൊരു കുപ്പി കിടക്കുന്നുണ്ട്. ബാക്കി കുപ്പിയൊക്കെ അവിടെ ഉണ്ടോ? അവിടെ വന്നിടക്കാം. ചെറുകടം കാണോ? സമയം എടുക്കും കയറ്റാൻ. തുഴക്കൊരടി കൊടുത്താൽ അടി അടിച്ചാണ്ടല്ലോ കുപ്പിയായിട്ട് പൊട്ടിപ്പോ. കയറിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കേട്ടോ, കുറേ നേരം പഠിച്ചിട്ട് എൻ്റെ അമ്മോരടി അടി കിട്ടിയല്ലേ കിടുക്കരടിയായിട്ട്. മറ്റേ കയറില്ലേ അതെടുത്ത് കേട്ടാ. ഇതുണ്ടോ നല്ല പാട് കിട്ടും കേട്ടാ. നമ്മുടെ മറ്റു കുപ്പികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതെ, മീനടിച്ചിട്ടില്ല. ഓരോ സുഹൃത്തുക്കൾ ഇതുണ്ട്. അതെ, എടുക്കുന്ന സാധനം കേട്ടോ. വീട്ടിൽ നമുക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാം.
ഓപ്പേണ ആള് ഇന്ന് നിങ്ങൾ വെള്ളിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. മഴ ഒരെണ്ണം കിട്ടിയാണ? ഒരെണ്ണം കിട്ടി. മറ്റേ ഇതായത് ഓളം ആയതുകൊണ്ടേ അനങ്ങുന്ന അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ വന്ന് ഓരോന്ന് അടിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞതുണ്ട് കേട്ടോ. ഏതാ കുഴിഞ്ഞോടാ? വെജിറ്റേറിയൻ. ആ കുപ്പിയാണ് ആദ്യം മുക്കിയത്, തീറ്റ പോയത്. വേറെ കുപ്പി അല്ല, ഇതാണ് ചെറുതാ മുക്കിയത്. ഇല്ല ഇല്ല ഇല്ല, പിടിക്കുന്ന ഊരേ ഉള്ളു. എവിടാ? ആ ഞാൻ വിട്ട്. എവിടൊക്കെ മാറിയുന്നുണ്ടോ? ഈ കുപ്പിയൊക്കെ തപ്പിയെടുക്കണം. ആ വെള്ളത്തിന് കളറുണ്ട്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ഒരു ഐഡിയ ചെയ്യാവേ. കൂടുതൽ കളിമാത്ത കാണിക്കുമ്പോഴേ ഇറക്കമുണ്ടെണ്ണ. ഇനി പൊക്കാം. ചാടിപ്പോയാലും വെള്ളത്തിൻ്റെ പടിയ നമ്മൾ കെട്ടിയിട്ടുണ്ട്. ആ പൊങ്ങണില്ലല്ലോ അവിടെ. എൻ്റെ അമ്മ, ബാക്കി കുപ്പിക്ക് തീറ്റി കേട്ടാ. പാടല്ലേ, കൈ പ്രശ്നമല്ലേ. ടെന്നീസ് അല്ലേ അണ്ണ? എനിക്ക് ടെന്നീസ് കളിക്കാൻ പോകുമായിരുന്നു അണ്ണ. ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. ചുമ്മാ അല്ലാണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് എന്നെ ടെന്നീസ് എൽബോ പറഞ്ഞത്. നമ്മൾ ആദ്യം ടെന്നീസ് എൽബോ എന്ന് പറയുന്ന സാധനമേ അറിയുന്ന സച്ചിൻ വഴിയാണ്. മറ്റത്തോട് കൊണ്ട് കളഞ്ഞല്ലോ അല്ലേ? ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ആദ്യത്തെ റൗണ്ട് മീൻ പിടുത്തം കഴിഞ്ഞ് തീറ്റയൊക്കെ ഒന്ന് പരിശോധിച്ച് ചിലതിനകത്തൊന്നും തീറ്റ ഉണ്ടായിരുന്നില്ല. ചെറിയ മീനുകൾ കൊത്തിയാലും അത് പോവും. നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നിരത്താണ്. അളിയനാണ് കേട്ടോ. ആൾ കുറച്ച് നാൾ മുമ്പ് വരെ ഭയങ്കര ഷൈ ഉള്ള ആളായിരുന്നു. ഇപ്പോൾ എന്തോ പറയുക, അളിയൻ വീഡിയോ എടുക്ക്, ഞാൻ കുപ്പി നിരത്താം. ആ നിരത്താ കേട്ടെ. കുപ്പി അയച്ചാൽ വിട്. നൂലെ പിടിച്ച് വലിക്കി. ആ കുപ്പിയെ നൂലെ പിടിച്ചാൽ വലിക്കി. ആ വിട്ടേര്. ആദ്യം കുപ്പിയെ പിടിച്ചിട്ട് ഈ പൊങ്ങ പിടിച്ച് അത് പിടി. ഇപ്പുറത്തര് കുപ്പി അങ്ങോട്ട് ദൂരട്ട് എറിഞ്ഞു വിട്. ഒറ്റ വലിയ വരി. ആ വിട്ടേര്. കുറേ സുഹൃത്തുക്കൾ, രണ്ടാമത്തെ റൗണ്ട് നമ്മൾ 7 കുപ്പിയാണ് നിരത്തിയത്. ആദ്യത്തെ കുപ്പിയിലെ ചൂണ്ട നമ്മൾ പൊട്ടിച്ചെടുക്കുമായിരുന്നു മീൻ കിട്ടിയത്. അങ്ങ് കാണുന്നത് തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. അങ്ങ് കണ്ടോ, അതാണ് തണ്ണീർമുക്കം ബണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ പോകും.
വലിയ മീനൊന്നുമില്ല, അതിന് പൊക്കാനുള്ള പ്രാണില്ല. എന്തിയടാ ഇല്ലേ പോണതേ പോയില്ലേ? ഇത് കണ്ട് ഞാൻ ഇതെടുത്തില്ല. ഇല്ല എന്നാ ഉള്ള കണക്ക് എടുക്ക്. ഇവിടെ ഒന്ന് കയറാൻ പറ്റിയ ചെറിയ മീൻ. ഇത് കറി വെക്കാൻ പറ്റിയ മീനാണല്ലോ. ചെറുതാണ്ടോ. വാലെ പിടിച്ച കഴിഞ്ഞ് കിടക്കണം. ക്യാമറ നീല പറഞ്ഞ കുപ്പി മാറണമെന്ന്. കുപ്പി മാറട്ടെ? എന്താടാ കുപ്പി മാറട്ടെ? അതോ പോയേക്കാന്നോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, 2 മീൻ അടിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് കുപ്പിയിൽ മീനൊന്നും അടിച്ച് കണ്ടില്ല. കുപ്പി മീൻ അടിച്ചില്ല എന്നല്ല, 1-2 കുപ്പി പിടിച്ച് മുക്കിയായിരുന്നു, പക്ഷേ ഹുക്കായില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ മീനുമായിട്ട് നമ്മൾ കരയിലേക്ക് പോവാണ്. എന്തായാലും കരയിൽ ചെന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കിട്ടിയ മീൻ, മീനിൻ്റെ വലിപ്പമൊക്കെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കുപ്പി പെറുക്കാൻ പോവാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് കരക്കെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു 3.5 കിലോ 4 കിലോ 3.5 കിലോ ഇല്ല, ഒരു 4 കിലോ സൈസ് മീനാണിത്. അത്രേ ഉണ്ടാവുള്ളൂ. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ആൾ പിരിഞ്ഞു തോന്നുന്നു കേട്ടോ. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ പ്ലസ് മീനാണ്. ഒരു 11 കിലോ 11.5 കിലോ വരെ ഉണ്ടാവാം. ഇതുണ്ടത് അത് ഇതാണ് കേട്ടോ. എടുക്കാനൊക്കെ ഇച്ചിരി പാടാം കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീനിലൂടെ അവസാനിപ്പിക്കുകയാണ്. വള്ളം കഴുകണം, മീൻ ഒരുവിധം ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.